പ്രശാന്ത്, ഇനി CPI ഒറ്റയ്ക്കാണ്, അത് ആരെയോ പേടിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. CPI ഒറ്റയ്ക്ക് നിന്നാൽ എന്ത് നേടാൻ കഴിയുമെന്നുള്ളത് കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം. ഒരു പഞ്ചായത്ത് വാർഡിലെങ്കിലും ഒറ്റയ്ക്ക് നിന്നവരെ വിജയിച്ച് കാണിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള CPI ഇപ്പോൾ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് വല്ലത് വേശുമോ? ഒന്നാമത് ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ് ഇപ്പോൾ LDF-ന് മൊത്തത്തിൽ നിൽക്കുന്നത്. 28 സീറ്റ് CPM-ന്, 8 സീറ്റ് CPI-ക്കും ഉണ്ട്. ഘടകകക്ഷികൾ ആരുമില്ല. അപ്പോൾ ഇവന്മാരെന്നും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാലേവാരി സമയമാകുമ്പം അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം കാലേ വാരിയിട്ട് കാര്യം പറഞ്ഞ് ഗ്ലാമറിൽ നിന്ന് അല്ലെങ്കിൽ അത്ര മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് കാര്യം പറഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതല്ലാതെ സാറ് പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുന്ന പാർട്ടിയാണ് CPI. അങ്ങനെ തർക്കമൊന്നുമില്ല. ഇപ്പം വിനയ വിഷയം കേട്ടാലും അയാൾ സ്വയം പരിശോധന നടത്തുന്നത് നല്ലതാണ്. കാരണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇവർക്ക് ഒരു 1500 വോട്ടിന് തൊട്ട് 3000 വോട്ട് വരെ എല്ലായിടത്തും ഒന്നുമില്ല. ഇവരുണ്ടെന്ന് പറയുന്നിടത്ത് പോലും 3000 വോട്ടിന് താഴെയുള്ളൂ. ഏതാണ്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചില ഇടങ്ങളിലാണ്. അവിടെ എല്ലാം പരാജയമാണ്. തൃശ്ശൂരാരും നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ സാധനമേ ഇപ്പൊ ഇല്ല. അപ്പൊ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, അവിടെ ഇവിടെ നോക്കാമെങ്കിൽ ഈ കൊല്ലം ജില്ലയിലെ ചില ഇടങ്ങളിലുണ്ട്, അവിടെ ഈ പഴയ സ്വാധീനമൊന്നുമില്ല. ഇടയ്ക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. BJPക്ക് എവിടെ വിജയം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം CPIയുടെ നഷ്ടം കൂടിയാണ്. തൃശ്ശൂർ, ചാത്തന്നൂര്, അപ്പൊ CPIക്കാണ് മൊത്തത്തിൽ നഷ്ടം. അത് CPM-ന് അതിനകത്ത് വലിയ കണ്ണീര് അവർ പൊഴിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മുതലാക്കാൻ പറ്റുന്ന സമയോചിതമായിട്ട് മുതലാക്കി കൊണ്ടുപോകുക. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, കേരള കോൺഗ്രസിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഐഡിയോളജി ഒന്നും ഒരു കാര്യമല്ല, താല്പര്യങ്ങളാണല്ലോ കാര്യം. ഇപ്പൊ മുസ്ലിം ലീഗ് ആയാലും കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗിന് അങ്ങനെ പറയല്ലേ കേട്ടോ, അവര് എത്ര ക്ഷീണിച്ചിടങ്ങിയ 10 കൊല്ലം സഹിച്ചതിനകത്ത് ഇനിയത്തെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതാ. അവര് നേരിന്നറിയുള്ളവരാ കേരള കോൺഗ്രസ്. ഇവന്റെയും പണി എന്ന് പറഞ്ഞാൽ അവസരോചിതമായിട്ട് എവിടെയും പോലെ പണ്ട് കോൺഗ്രസിനൂടെ പോയതില്ലേ, CPM-ന്റെ കൂടെ നിൽക്കുമ്പോഴും കോൺഗ്രസിനോട് ജാലിയല്ലേ സംസാരിക്കുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനിയും ഒറ്റയ്ക്കായിരിക്കുമെന്ന് CPM-ഉമായിട്ട് സഹകരിക്കത്തില്ല. 28-8 കൂടെ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്ത് 102 പേരുമായിട്ട് VD സതീശൻ സ്പ്രിങ് പോലെ നിൽക്കുന്ന ഇടത്ത് CPM-ന് ഒന്നാമതേ അവിടെ ബലമില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലൊക്കെ വളരെ അങ്ങ് ചവിട്ടിക്കൂട്ടി സതീശൻ. എന്ത് പറഞ്ഞാലും അത് തിരിച്ച് ഉൾട്ടടിക്കുന്നവരടിച്ചിട്ട് പറയുന്ന ആരോപണം മൊത്തം നമ്മൾ വടി അങ്ങോട്ട് വെട്ടിക്കൊടുത്തിട്ട് അടി മേടിക്കുന്നവരായിപ്പോയി. ആ സമയത്ത് ഇയാൾ പറയുമോ ഞങ്ങൾ ഇനി ഒറ്റയ്ക്കാണ്, ഞങ്ങൾ CPM-ന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ, സാറേ സാമാന്യ ബുദ്ധിയുള്ള ഒരു അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ കോൺഗ്രസിനെ താങ്ങി അങ്ങ് നിൽക്കാൻ പോവാ. ഇപ്പൊ ഞങ്ങളത് ആദ്യത്തെ തുടക്കം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ പിന്നെ അങ്ങോട്ട് ചെന്നാലേ അതിന്റെ അവിടെ കളം നിറഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇപ്പൊ CPI-യുടെ മറ്റു പലതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം, പണ്ടത്തെ കാര്യം ഓർമ്മയില്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണല്ലോ എന്നുള്ള വർത്തമാനം തന്നെയല്ലേ ഈ വിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തോണം ഒരു പ്രതിപക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തിന്റെ കാര്യമൊന്നുമില്ല. ഇയാൾ പ്രതിപക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്ത് അവിടെ കൊണ്ടുവച്ച് കൈകാര്യം ചെയ്തിട്ട് വീണ്ടെടുക്കാനും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും പറ്റിയ ഒരു ഗ്ലാമറുള്ള ആളൊന്നും അതിനകത്ത് നമ്മൾ കാണുന്നൊന്നുമില്ല. CPM-നകത്ത് പോലും ഇല്ല. CPM-നകത്ത് ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനെ വെളിയിൽ കിടന്ന് അണികളും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും സർവാംഗ കമ്മിറ്റി എല്ലാം പറയുക അയാളെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം വേണ്ടെന്ന് പറയുമ്പം ഈ പറയുന്ന കമ്മിറ്റികളെല്ലാം കൂടെ വീട്ടിൽ ചെന്നിരുന്ന് കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ അതിനപ്പുറം വേറെ ഒരാളെ വെച്ചിട്ട് അവിടെ കാര്യം കൈകാര്യം ചെയ്യാൻ CPM-നകത്ത് ഉണ്ടോ? പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടോ? ഇല്ല. അത് തന്നെയാണ് CPM-ന്റെ ഒക്കെ ഏറ്റവും വലിയ പരാജയത്തിനകത്ത് നിന്നും പണ്ടത്തെ പോലെ ഈ സാധനം അങ്ങ് തിരിച്ചു വരുമെന്നുള്ളൊരു ധാരണയൊന്നും CPM-നും CPI-ക്കും ഒന്നും വേണ്ട. ഈ ഗോഷ്ഠിയൊക്കെ ഗോഷ്ഠിയാണെന്നും ഇവനൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്നവന്റെ കമ്മ്യൂണിസം റോഡിലും റെയിൽവേ ട്രാക്കിലും തോളത്ത് കിടക്കുന്ന ഷാളിലും ഒക്കെ ഉള്ളൂ. വീട്ടിൽ പോലും പരിശോധിച്ചാൽ, കുഞ്ഞുങ്ങളെ പരിശോധിച്ചാൽ, അതിന്റെ പഠനം പരിശോധിച്ചാൽ, രീതികൾ പരിശോധിച്ചാൽ, ജീവിതശൈലി പരിശോധിച്ചാൽ ഒക്കെ അവിടെ നിന്നും കമ്മ്യൂണിസം ഒന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നാട്ടുകാരെ കൊണ്ട് പറയിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വാർത്ത ഉണ്ടാക്കാനും ഒക്കെ ഇയാൾ ഇതിന്റെ അന്ത്യക്രിസ്തുവാണ്. വേറെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു CPI-യുടെ സെക്രട്ടറിമാരിൽ വിമർശനം വിമർശനമൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്തവനെന്ന് ചുമ്മാ റോഡേ പോകുന്നുണ്ട് ചോദിച്ചാലും പറയും. അല്ല, എന്ത് പ്രതാപത്തിൽ നിന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും. നമ്മൾ പോലും നമ്മൾ ഈ പറയുമ്പോൾ സാറേ
സാർ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ പോലും പറയും, പണ്ട് നേരത്തെ അതിന്റെ സെക്രട്ടറിമാരും അതിനകത്ത് ഇരിക്കുന്ന നേതാക്കന്മാരും ഒക്കെ എത്ര ചന്ദ്രപ്പനും ചാന്ദ്രപ്പനും വെളിയും പലരും ഒക്കെ നമ്മളത് അംഗീകരിച്ചേ വെക്കൂ. കാരണം അവരുടെ വാക്കിന് ഏറ്റവും അവസാനം ഞാൻ പരിചയമായി മരിച്ചുപോയ സെക്രട്ടറി ഉണ്ടല്ലോ, പല ആക്ഷേപമുണ്ട്. കാനം ഇരുന്നപ്പോഴും ഗംഭീരമായിട്ടാണ് സംഭവം. എന്താ പറയുക, ഈ നല്ല നേതാക്കന്മാര് അച്യുത മേനോന്, PK വാസുദേവൻ നായർ, MM ഗോവിന്ദൻ നായർ, KV സുരേന്ദ്രനാഥ്, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അതെ CPI. അതുകൊണ്ട് അതിനൊരു അംഗീകാരം ഉണ്ടായിരുന്നു, വില ഉണ്ടായിരുന്നു. എത്ര പറയുമ്പോഴും ഇവർ പറയുന്നത് ആൾക്കാർ വില വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കിടക്കുന്ന അവസ്ഥ എന്തോ സാറേ, 4 ലോകസഭാ സീറ്റുണ്ട്. സാറിനറിയോ, തിരുവനന്തപുരത്താണല്ലോ നിങ്ങളൊക്കെ. ഈ തിരുവനന്തപുരത്ത് ലോകസഭാ സീറ്റിൽ മത്സരിക്കാൻ ഒരാളുണ്ടോ? അത് ഇതിനകത്ത് വേറൊരു കുഴപ്പം. തിരുവനന്തപുരം പറയുമ്പോഴേ തിരുവനന്തപുരം CPIക്ക് കൊടുത്തിരിക്കുന്നതാണ്. പണ്ട് MM ഗോവിന്ദൻ നായരൊക്കെ വിജയിച്ചു പോയ മണ്ഡലമാണ്. PK വിജയിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ CPMകാർ പ്രവർത്തിക്കത്തില്ല കേട്ടോ. ഇലക്ഷൻ ടൈമിൽ ഇവരെന്താ ഇങ്ങോട്ട് പോകുന്നറിയാമോ? പണ്ടേ ഉള്ളതാണ്. പണ്ട് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലമായിരുന്ന സമയത്ത് അന്ന് വർക്കല രാധാകൃഷ്ണനാണ് അവിടെ ചിറയൻകീഴ് മത്സരിക്കുന്നത്. ഇവിടുത്തെ CPM പ്രവർത്തകരെല്ലാം നേരെ ചിറയൻകീഴ് വിടും. നമുക്ക് അണ്ണനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ്, രാധാകൃഷ്ണനെ അണ്ണനെന്നാണ് വിളിക്കുന്നത്, അണ്ണനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു പോക്കാം. ഇപ്പോഴോ ആറ്റിങ്ങൽ പോകും. ഇപ്പൊ തൃശ്ശൂരിൽ CPI സ്ഥാനാർത്ഥിയായിരുന്നു സുൽകുമാർ. അവിടുത്തെ CPMകാർ പ്രവർത്തിച്ചോ? ഇല്ല. അവരെല്ലാം വടകരയിലും ആലത്തൂരും പോയി. അപ്പം ഒരിക്കലും CPIയുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യത്തില്ല ഇവര്. അല്ല സാറേ, അതെങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? സാറിന്റെ കൂടെ സാറിന്റെ സംരക്ഷണയിൽ ഞാൻ ജീവിക്കുക, സാറിന്റെ ആനുകൂല്യത്തിൽ എല്ലാ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുക. സമയമാകുമ്പോൾ സാറിനെ തള്ളി പറഞ്ഞാൽ സാറ് ഈ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കും ഇവനെ കൈകാര്യം ചെയ്യാൻ പറ്റും. താഴെത്തട്ടിലുള്ള മേളിലിപ്പം അത് പോട്ട് എങ്ങനെയും കൈകാര്യം ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഇവനെ രാഷ്ട്രീയം ഇലക്ഷൻ നടക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10,000-1500 വോട്ട് പോലും അല്ലെങ്കിൽ ഒരു വോട്ട് പോലും വിലയുള്ളതാ, അല്ലെങ്കിൽ ഈ സഖ്യം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയും മൊത്തം പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. താഴെത്തട്ടിലുള്ള അണികൾക്ക് സൂചിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ജയിപ്പിച്ചതിന് ശേഷം ഇവന്റെ അപ്രമാദിത്വം. ഇപ്പൊ തന്നെ ഇപ്രാവശ്യം CPI തോറ്റുമല്ല അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ള കാര്യം പറയുമ്പം ഈ CPIയുടെ അപ്രമാദിത്വം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സമയത്ത് പോലും CPM വർക്ക് ചെയ്യാതെ അവസാനം അവിടുന്ന് AKG സെന്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എണ്ണം കുറഞ്ഞാൽ ഭരണം കിട്ടത്തില്ല, നിങ്ങളെല്ലാം കൂടെ ജയിപ്പിക്കും. അവസാനം ഇറങ്ങി 1,500 വോട്ടിന് അവസാനം ഇറങ്ങി പണിഞ്ഞാൽ ജയിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് പലയിടത്തും ജയിപ്പിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ CPI ജയിക്കാൻ പറ്റുന്നതും CPIക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരിടവുമില്ല. ഇപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പ്രശ്നം വന്നപ്പോഴും വേണമെങ്കിൽ കണ്ണൂർ പലയിടത്തും CPMന് മാത്രം ഒറ്റയ്ക്ക് ജയിക്കും. CPIക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റും. സാറേ ഇവിടുത്തെ പ്രവർത്തിക്കാത്തതിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പാർട്ടിയുടെ സംവിധാനം എന്താണെന്ന് അറിയാമല്ലോ. CPM പ്രവർത്തിച്ചില്ലേ ഒരിടത്തും ജയിക്കത്തില്ല. ഇവിടെ സ്ഥാനാർത്ഥി പോലും ഇല്ല. കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. വലിയ എല്ലായിടും ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുമല്ലേ. എനിക്കറിയാവുന്ന ഞാൻ അടൂരാണ്, എൻ്റെ പഞ്ചായത്ത് കടമനാട് പഞ്ചായത്ത്, എൻ്റെ തൊട്ടടുത്ത അടൂർ നിയമസഭാ മണ്ഡലവും തോറ്റുപോയി. ഇപ്പൊ പ്രശ്നം. അപ്പം ഈ എൻ്റെ നിയമസഭാ മണ്ഡലത്തിന് അപ്പുറത്ത് ഞാൻ ഈ CPIയുടെ കരുത്തിനെ പറ്റി പറഞ്ഞു. അപ്പുറത്തുള്ള ഏറത്ത് പഞ്ചായത്ത് എന്ന് പറയും. ഏറത്ത് പഞ്ചായത്ത്, കടമാട് പഞ്ചായത്ത്, ഏറത്ത് പഞ്ചായത്ത്, അങ്ങനെ നിയമമണ്ഡലത്തിൽ ഏറത്ത് പഞ്ചായത്തിൽ ഇതുപോലെ ഏനത്ത് വേറെ പഞ്ചായത്ത് 3-4 സീറ്റുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി 2 സീറ്റ് കൂടെ വേണം. അപ്പം 4-2 6 വേണം. അപ്പോൾ ആ പാടെ 16-18 സീറ്റേ ഉള്ളൂ. ഈ 4 തന്നെ ജയിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിട്ടില്ല. CPM നിന്ന് ജയിപ്പിക്കുക, ഘടകകക്ഷിക്ക് ഇത്ര 2 കൂടെ വേണം. ആ പ്രാവശ്യം മേളിൽ നിന്നുള്ള തീരുമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ മറന്നിട്ട് അവിടുത്തെ അന്ന് ഏരിയ സെക്രട്ടറിക്കാരും ചാർജ് പുള്ളി പറഞ്ഞ് ഇത്രയൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക. ഇത് കേട്ടോണം, ഒറ്റയ്ക്ക് മത്സരിക്കും. എന്നാ കാണിച്ചു തരാം, എന്നാ കാണിച്ചോളാൻ പറഞ്ഞു. എൻ്റെ സാറേ ഒറ്റയ്ക്ക് മത്സരിക്കുക. CPIക്ക് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, CPMന് കാൻഡിഡേറ്റ് ഉണ്ട്. ആ പ്രാവശ്യം 18 സീറ്റുള്ളതിനകത്ത് ഒരു 13 സീറ്റോ കണ്ട് കിട്ടി. അതുവരെ കിട്ടത്തില്ല. 13-14 ബഹുഭൂരിപക്ഷം സീറ്റ് കിട്ടി. കോൺഗ്രസ് അങ്ങ് ഇല്ലാതായി. CPIക്ക് ഒറ്റ സീറ്റും കിട്ടിയില്ല. അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ? യുവന്മാരുടെ വാർഡിൽ CPMന്റെ വോട്ട് മേടിച്ചെങ്കിൽ ജയിക്കും. ബാക്കിയുള്ള വാർഡിലെല്ലാം ഇവർക്ക് 10-50 ഉള്ളെങ്കിൽ അത് കോൺഗ്രസിനാണ് ചെയ്യുന്നത്. ആ പ്രാവശ്യം കോൺഗ്രസ് പലയിടത്തും തോറ്റു. എന്ത് പറ്റി? ഇവന്മാർ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി നിർത്തിയോണ്ട് ഈ 50 വോട്ട് അവന്മാരെ പിടിച്ചു. അങ്ങനെ അതായത് ഇവന്മാരെ മാറ്റി നിർത്തിയപ്പം ശരിക്കും അവര് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ അല്ലാത്ത വാർഡുകളിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസിനാണ്. ആ വോട്ട് ഇവന്മാരെ മാറ്റി നിർത്തിയപ്പം അതിങ്ങ് അവന്മാർ പിടിച്ചപ്പം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ തോറ്റുപോയി. അപ്പം CPM ഒറ്റയ്ക്ക് വല്ലാത്ത ഭൂരിപക്ഷത്തിൽ പഞ്ചായത്തിൽ അധികാരത്തിന്. ഇത് കേരളത്തിലുടനീളം നടക്കുന്നതാണ്. യുവമാരെ മത്സരിക്കുന്നിടത്ത് അവന്മാരുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും. ബാക്കിയുള്ളിടത്തൊക്കെ CPMനെതിരെ അവർ വോട്ട് ചെയ്യുന്നേ. നമ്മളത് മനസ്സിലാക്കണം. വോട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യുന്നത്.
വോട്ടില്ല, അത് വേറെ സത്യം. ഇതാണ് ഇയാൾ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാ. ഒന്നിച്ച് നിന്ന് ചേർന്ന് നിന്ന് പരസ്പരം പോരായ്മ ഉണ്ടെങ്കിൽ അത് മാറ്റി കൈകാര്യം ചെയ്ത് പോകണം. അപ്പം ഇയാൾ പറയുന്ന ഉപാധ്യക്ഷ സ്ഥാനം ഇങ്ങോട്ട് വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളുണ്ടെങ്കിൽ ഈ ഉപാധ്യക്ഷ സ്ഥാനം കിട്ടിയിട്ട് എന്ത് മറിക്കാനല്ല, അത് വേറെ സിമ്പിൾ കൊടുക്കാനാ. ഉപാധ്യക്ഷ സ്ഥാനം വന്നു കഴിഞ്ഞാൽ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണല്ലോ. അപ്പൊ കമ്മ്യൂണിസത്തിന് കുറവ് CPM-നകത്ത് വന്നിട്ടുണ്ടല്ലോ. ഇയാൾ കുറച്ചുകൂടെ കമ്മ്യൂണിസം അതിനകത്ത് ഇട്ട് കറക്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പറച്ചിൽ, അത്തരത്തിൽ ധാരണയ്ക്ക് വേണ്ടിയുള്ള ഒരു പോക്കുക. ഏതായാലും ബിനോയ് വിശ്വം ഇതിന്റെ അവസാന ആണി അടിക്കിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. CPI-യുടെ ബാക്കി മൊത്തത്തിൽ ഏതാണ്ട് ഒരു ആ രീതിയിലുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് VD സതീശന്റെ ഒരു കളി ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇതിനകത്ത് നിൽക്കേണ്ട ഒന്നാമേ പ്രതിപക്ഷം ദുർബലമായിരിക്കും. അതിനകത്തൊന്ന് വീണ്ടും ഒരു പിളർത്തൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭരണപക്ഷത്തെ വിമർശിക്കാൻ ഞങ്ങളുടെ CPM-ന്റെ കൂടെ അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഒരിച്ചോ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സമയമാകുമ്പോൾ നമ്മൾ നിങ്ങളെയും പരിഗണിക്കുക. ഇപ്പോൾ ഒന്ന് നിൽക്കെന്ന് പറഞ്ഞ് നിർത്തിയേക്കുവാണോ എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ടി വരും. ഏതായാലും സതീശന്റെ സമയം കൊള്ളാം കേട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.